നമ്മൾ ഓരോ ലഹരി വസ്തുക്കളെ പറ്റി പറയുമ്പോഴേ നമുക്കധികം വലിയ ലഹരി വസ്തുക്കളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട. മദ്യത്തെ കുറിച്ച് പറയാം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അല്ലേ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണല്ലോ, ഉറപ്പല്ലേ? അത് ഏതെല്ലാം തരത്തിൽ ഹാനികരമാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മറ്റാരും പറയാത്ത ഒരു തരത്തിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഡയബറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, ഡയബറ്റിസ് മെലിറ്റസ് ടൈപ്പ് 1 ടൈപ്പ് 2 എന്ത് വേണേലും ആയിക്കോട്ടെ, ഇതിൽ ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ മദ്യപിക്കാൻ തീരെ പറ്റത്തില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഷുഗറൊക്കെ കൂടി ലിവറിനും കിഡ്നിക്കും ഒക്കെ നല്ല തകരാറുണ്ടായി, ഇൻഫെക്ഷൻ ഒക്കെ വന്ന ആൾക്കാർ മരിച്ചു പോകും. കൈയും കാലൊക്കെ മുറിച്ചു കളയേണ്ടി വരും, കണ്ണിന്റെ കാഴ്ച പോകും സുഹൃത്തുക്കളെ. അപ്പോൾ ഇതുപോലെ ഇത്രയും മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റേതൊക്കെ തരം ലഹരികൾ നിങ്ങൾക്ക് അറിയാം? ഒരു ഷുഗർ പേഷ്യന്റിന്, ഒരു ഹാർട്ട് പേഷ്യന്റിന്, ഒരു കൊളസ്ട്രോൾ ഉള്ള ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ടുള്ള എനിക്ക് ഈ മദ്യപാനം എന്ന് പറഞ്ഞ സാധനം പുകവലി സിഗരറ്റും ഒരു രക്ഷയില്ല. ബാക്കിയുള്ളതിനെ പറ്റി പറയണ്ട. എന്നാൽ പോലും ഇതൊന്നും പറ്റത്തില്ല. ടൊബാക്കോ കോസസ് ക്യാൻസർ. ടൊബാക്കോ നമ്മുടെ രക്തക്കുഴലുകളെ ചുരുക്കുന്നു. അത് പിന്നീട് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് എന്നീ പറഞ്ഞ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കും. ക്യാൻസർ ഉണ്ടാക്കും. അതെല്ലാം ഉണ്ട്. ലിവറിനൊക്കെ പണിയാണ് ഈ സിഗരറ്റ് വലി. എന്തെങ്കിലും ലിവർ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കരുതെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് ആൻഡ് ഇറ്റ് കോസസ് ക്യാൻസർ. പിന്നെ അത് ഇതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഡയബറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്ന ഒരു രോഗം. അതിന് മധുരം എന്ന് പറയുന്നത് പഞ്ചസാര ഒഴിവാക്കിക്കൊണ്ട്, അല്ലെ ഇത്രയും കാണുന്ന മധുര പലഹാരങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്ന ബോധവൽക്കരണം കൊടുക്കുന്ന എന്ത് പരിപാടിയാണ് ഈ ആരോഗ്യ സുരക്ഷാ വകുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രോഗികൾ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിന് അവിടെ എവിടെയും ക്ലിനിക്ക് തുടങ്ങി വെച്ച് കുറെ മരുന്ന് കുത്തിക്കയറ്റാനും അതിനകത്തൊന്നും വല്ല തട്ടിപ്പോ വെട്ടിപ്പോ നടത്താനും ഒക്കെ അല്ലാതെ ഈ ആരോഗ്യ സുരക്ഷയെ പറ്റി ആരെങ്കിലും എവിടെയെങ്കിലും ബോധവാനാണോ? ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഞ്ചാവും മയക്കുമരുന്ന് സിനിമാ ഫീൽഡിലാണെന്ന് പറയുമ്പോൾ അതിലും ക്രിട്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത്, തിങ്കിക്കേണ്ടതെന്നായി പോയി അലിൻ ജോസ് പെരേര കയറി വരുന്നിടയ്ക്ക് മറ്റേ എന്താ കമ്മിറ്റത വേണം, അല്ലെങ്കിൽ മാനിപ്പോപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് സ്കൂളിലും കോളേജിലുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അടിക്കുന്നത്, അല്ലാതെ സിനിമാ ഫീൽഡിലല്ല. സ്കൂളിലും കോളേജിലും അടിക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ട ഏരിയയാണ്. നേരത്തെ തന്നെ കംപ്ലയിൻസ് ഒരുപാടുണ്ട് സ്കൂളിലും കോളേജിലും. അല്ല ഇപ്പോഴും ഏതെങ്കിലും സ്കൂളിലെ ടീച്ചർമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലരും അതിൽ വ്യാകുലരാണ്. പേരൻസിന് ആദ്യമുണ്ട് ബുദ്ധിമുട്ടുകൾ, പലപ്പോഴും അവരുടെ മക്കളെ വഴിതെറ്റി പോകുമോ ആരും ചോദിക്കാനും പറയാനില്ല. സ്കൂളിൽ പോയാൽ അവർക്കറിയത്തില്ല, പുറത്തോട്ടിറങ്ങിയാൽ എവിടേക്കോ ഇതൊക്കെ കിട്ടുന്നു, എവിടെയൊക്കെയോ നിന്ന് വലിക്കുന്നു, ആരും സുരക്ഷിതരല്ല, പലരെയും കാണാതാവുന്നു. കാണാതായവരുടെ എണ്ണം നിങ്ങൾ കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കൂ, മിസ്സിംഗ് കേസുകൾ എത്രയായി എന്ന്. ഇപ്പോൾ ഏകദേശം 6 മാസം കഴിഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ കുറെ ആയി കാണും. ഒരു മാസം ഒരു എത്ര പേരാണോ 10-20 പേരൊക്കെ വെച്ചാൽ മിസ്സാവുന്നു തോന്നുന്നു ഒരു മാസം. അല്ല എന്നാലും ഒന്ന് നോക്കണം കയറി. നിങ്ങൾ ഇതൊക്കെ ക്രൈംസ് രജിസ്റ്റർ ചെയ്യുന്ന ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിനകത്ത് ഇതൊക്കെ എന്തോ. അപ്പൊ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഇനി വേറെ കാര്യം ഞാൻ പറയാം. ഇനി ഇതിന്റെയൊക്കെ മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞാൽ, ഈ മദ്യപിക്കുമ്പോൾ നിങ്ങൾ അങ്ങനത്തെ തരം മദ്യപാനികൾ നിങ്ങളുണ്ട്. 2 പെഗ് അടിക്കുന്നവരുണ്ട്, 4 പെഗ് അടിക്കുന്നവരുണ്ട്. കപ്പാസിറ്റി അനുസരിച്ച് അടിച്ചിട്ട് വളരെ കൃത്യമായിട്ട് വണ്ടി ഓടിച്ച് വീട്ടിൽ പോയി ഭാര്യത്തല്ലാതെയും കുട്ടികളോട് മര്യാദയ്ക്ക് ഇടപെടുന്ന ഒരുപാട് മദ്യപാനികളുണ്ട്. മദ്യപാനി എന്ന് പറയാൻ പറ്റില്ല, മദ്യം ഉപയോഗിക്കുന്നവരുണ്ട്. മറ്റു ചിലർ അങ്ങനെയല്ല, മദ്യപിച്ച് കഴിഞ്ഞാൽ ലെക്ക് കെട്ട് തെറി പറയുന്നവരുണ്ട്, അടി ഉണ്ടാക്കുന്നവരുണ്ട്, വണ്ടി ഓടിച്ച് ഇടിച്ച് മരിക്കുന്നവരുണ്ട്, ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, ഭാര്യയെ ഉപദ്രവിക്കുന്നവരുണ്ട്, കുട്ടികളെ ഉപദ്രവിക്കുന്നവരുണ്ട്, അല്ലേ? റോഡിൽ തന്നെ കിടക്കുന്നവരുണ്ട്. മദ്യപിച്ചില്ലെങ്കിൽ ഒരു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കയ്യും കാലും ഒക്കെ വിറച്ച് എന്താ പറയാ തലതല്ലി വീഴുന്നവരും ഒക്കെ ഉണ്ട് ഇവിടെ. ഒരു മദ്യപിക്കലും ഇല്ല, ഒന്നുമില്ലാതെ അവിടെ 2 പേര് തമ്മിൽ പൊരിഞ്ഞടി. അതൊന്നും കാണിക്കുന്നില്ല. തൽക്കാലം ഒന്നും തള്ളുകയാണ്. ഓട്ടോക്കാരനും വേറെ പയ്യനുമാണ്. നമുക്ക് അങ്ങോട്ട് ചെന്നിടപെടേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം അവർ തമ്മിൽ നല്ല രീതിയിൽ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷനുണ്ട്. അവർക്ക് ഒരു പണിയായി കാണാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ നിൽക്കുകയാണെങ്കിൽ അവർ തമ്മിൽ ഒന്നും തള്ളും മൂത്ത് താഴെ അടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അത് അവർ നടത്തിക്കോളും, നമ്മുടെ പണിയല്ല. അവർ തമ്മിലൊക്കെ പ്രശ്നം ഉണ്ടാകും. ഇതുപോലെ വല്ല മദ്യപിച്ചിട്ടോ വല്ലതുമായിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ മദ്യപിക്കുന്നതിനകത്ത് ഏത് മദ്യപാനിയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? മദ്യപിച്ചാലും ഇല്ലെങ്കിലും മര്യാദയ്ക്ക് ഇടപെടുക. ഏത് സാധനമാണോ, ഏത് സബ്സ്റ്റൻസ് അബ്യൂസ് ആണോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവർക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ഒരു ബിയർ അടിച്ച ഉടനെ അവനൊരു വലിയ മദ്യപാനി ആവുന്നില്ല. 1-2 പെഗ് അടിച്ച് വല്ലപ്പോഴും ഒരു അടിക്കുന്നവനെ അടിക്കുമ്പോൾ ഒരു നാറ്റടിച്ചാലോ മണം ഊതിക്കുമ്പോഴോ 15,000 രൂപ അടിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഓക്കെ, കോമൺ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. റോഡിലാണ് പ്രശ്നമാണ്. അല്ലാതെ അയാളെ പിടിച്ച് റീഹാബിലൊന്നും കൊണ്ടിടാറില്ല. അതുപോലെ തന്നെയാണെങ്കിൽ എന്ത് സാധനം ആയിക്കോട്ടെ, നീ ചോറ് കഴിക്കുന്നതാണെങ്കിൽ ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. കാപ്പി ഒരുപാട് കുടിച്ച് കഴിഞ്ഞാൽ അൾസറൊക്കെ ഉണ്ടാകുന്ന പരിപാടിയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അതൊന്നും ആരും ചെക്ക് ചെയ്യുന്നില്ല. പിന്നെ ഷുഗർ ഒരുപാട് മധുരം കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താ പറയുക, അതിനനുസരിച്ച് വേണം അതിനകത്ത് ഇടപെടണം. അവിടെ എന്താ കുഴപ്പമുണ്ട്? ആ പ്രശ്നം അങ്ങ് പരിഹരിക്കാം. വിതിൻ 5 or 10 minutes നമുക്ക് ഈ പ്രശ്നം തീർക്കാവുന്നതേ ഉള്ളൂ. അതിനെ ഉടക്ക് കണ്ടാൽ അറിയാം. അവർക്ക് അടി ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല. വേറെ എന്തൊക്കെ കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് 2 പേർക്കും ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ ഉള്ളതായി തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ, മദ്യപിക്കുകയും പുകവലിക്കുകയും കഞ്ചാവടിക്കുകയൊന്നും ചെയ്യാതെ ഈ റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കി പലരും എന്തൊക്കെയാണല്ലേ. പിന്നെ മദ്യപാനത്തിന് ചെലവാക്കുന്ന പണം പലരും കടക്കിണിയിലാവുന്നു, ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നു, സ്വന്തം ജോലി ഇല്ലാതാവുന്നു, ദിശാബോധം നഷ്ടപ്പെടുന്നു, അല്ലേ? പുകവലിച്ചാൽ അങ്ങനെ ദിശാബോധം നഷ്ടപ്പെടത്തില്ല. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാലേ എല്ലാം കൺസിഡർ ചെയ്യണം.
ഒരാൾ കഞ്ചാവ് വലിച്ചു, അല്ലെങ്കിൽ കള്ളു കുടിച്ചു, അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ എന്തോ ഉപയോഗിച്ചു എന്നതുകൊണ്ട് അയാൾ ഒരു മോശം വ്യക്തിയാവുന്നുണ്ടോ? ഇവൊക്കെ വേടം പറഞ്ഞതുപോലെ ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു മോശം മനുഷ്യനാവുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതും അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ടതുമായിട്ടുള്ള വിഷയങ്ങളുണ്ട് സുഹൃത്തെ. കാരണം ഇവിടെ ഈ കണ്ട കൊലപാതകങ്ങളും പിടിച്ചുപറിയും മോഷണവും ഈ പറഞ്ഞ നമ്മുടെ ഈ ഖജനാവടക്കം മുക്കുന്നവരൊന്നും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ടല്ല ഇത് നടത്തുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ പല ക്രൈമും അല്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്നും മദ്യത്തിന്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ലഹരിയുടെയോ ഒരു ബൈ പ്രോഡക്റ്റ് ഒന്നും അല്ല. അതൊക്കെ ആളുകളുടെ ഈ പറഞ്ഞ പോലെ ഇതൊന്നും അടിക്കാത്തവരുടെ സ്വഭാവ ദൂഷ്യമാണ്. അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് ആളുകളോട് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നുകൊണ്ട് ഇതൊന്നും അറിയാത്ത പോലെ നമ്മളങ്ങ് അഭിനയിച്ചു കഴിഞ്ഞാൽ എല്ലാം ഏതെങ്കിലും ലഹരിയുടെയോ അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിന്റെയോ ശ്വസിക്കുന്ന വായുവിന്റെയോ കുടിക്കുന്ന വെള്ളത്തിന്റെയോ ഒക്കെ മണ്ടയ്ക്ക് കൊണ്ട് വെച്ച് കെട്ടിയാൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് പ്രശ്നങ്ങളിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വേറെ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കത്തില്ലേ? അല്ലേ? ശരിയല്ലേ? എന്തായിരിക്കും ആ കാരണം? ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. ആരോഗ്യ സുരക്ഷാ വകുപ്പിന്റെ വീഴ്ച എന്ന് പറയുന്നത് മാനസികാരോഗ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നതുള്ളത് കൊണ്ടാണ്. മാനസികാരോഗ്യം ഹലോ 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 ഗവൺമെന്റ്, നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ? മാനസികാരോഗ്യം, ഇവിടെയുള്ള മനുഷ്യരുടെ മാനസികാരോഗ്യം, തൊഴിലില്ലായ്മ കൊണ്ടോ കടക്കണി കൊണ്ടോ ഒക്കെ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്ന നാട്ടിൽ ഈ പറഞ്ഞ പ്രഹസന നാടകങ്ങളൊന്ന് അവസാനിപ്പിച്ചുകൊണ്ട് സിനിമാ ലോകത്തുള്ളവരുടെ കാശെങ്കിലും ഉണ്ട്, അതുപോലും ഇല്ലാതെ കൂലിപ്പണിക്ക് പോകുന്നവൻ പോലും കള്ളു കുടിച്ച് സ്വന്തം കുടുംബത്തിൽ കയറി ചെന്ന് ഈ കച്ചറയെല്ലാം ഉണ്ടാക്കുമ്പോൾ മാനസികാരോഗ്യം ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ പല പ്രശ്നങ്ങൾ ഒഴിവാകും. കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ സ്കൂളിൽ? മാനസികാരോഗ്യം ഓക്കെ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ഇത് ഇത്രയൊക്കെ കുറെ നാളായിട്ട് പലതും പറയുന്നുണ്ട്. പക്ഷേ ഇവര് ഈ നശിച്ച നാടുകളെ ഒന്നും ശ്രദ്ധിക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ വീഡിയോ കാണുന്നവർ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യൂ സുഹൃത്തുക്കളെ, അല്ലാതെ രക്ഷയില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് കരുതിയാൽ ഞാൻ അങ്ങനെ എല്ലാ വീഡിയോ ഷെയർ ചെയ്യാൻ പറയത്തില്ല, ഒരിക്കലും പറയാറില്ല. ഇത് ശരിയാണെന്ന് തോന്നി വേണമെന്ന് ഷെയർ ചെയ്തു.